മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ നിർണായക നയതന്ത്ര നീക്കവുമായി ഖത്തറും അമേരിക്കയും. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഖത്തർ അമീർ തമീം ബിൻ അഹമ്മദ് അൽ ഥാനിയുടെ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തുകയാണ് ഈ ടെലിഫോൺ സംഭാഷണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. മേഖലയിൽ തുടരുന്ന സൈനിക ഏറ്റുമുട്ടലുകളും സുരക്ഷാ വെല്ലുവിളികളും ചർച്ചയുടെ പ്രധാന വിഷയങ്ങളായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാകാതിരിക്കാൻ അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ആവശ്യമാണ് എന്നും സൈനിക നടപടികൾക്ക് പകരം തന്നെ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നും ഇരു നേതാക്കളും ഇവിടെ അഭിപ്രായപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഗൾഫ് മേഖലയിലൂടെയും പശ്ചിമേഷ്യയിലൂടെയും സ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയായി തന്നെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിനാൽ തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഊർജ വിതരണത്തിനും നിർണായകമായ സമുദ്രപാതകൾ സുരക്ഷിതമായി തന്നെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ ചർച്ചയിൽ അവിടെ ഉയർന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ്. പ്രത്യേകിച്ച് ഹോർമോസ് ഉൾപ്പെടെയുള്ള പ്രധാന കപ്പൽ ഗതാഗത പാതകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും എടുത്തു പറഞ്ഞതായിട്ടാണ് വിവരം. ലോക എണ്ണ വ്യാപാരത്തിന്റെയും അതേപോലെ തന്നെ വലിയൊരു പങ്കും ഈ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനായി തന്നെ പ്രാദേശിക രാജ്യങ്ങളും അന്താരാഷ്ട്ര ശക്തികളും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും സംഘർഷങ്ങൾ കുറയ്ക്കാൻ അവിടെ തുടർച്ചയായ സംഭാഷണങ്ങൾ അനിവാര്യമാണ് എന്നതാണ് ഈ ചർച്ചയിലൂടെ തന്നെ വിലയിരുത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ഈ ഉന്നതതല ആശയവിനിമയം മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നത് തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്ന ഒരു നീക്കമായി തന്നെ ഇത് മാറുന്നുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഖത്തർ അമീർ തമ്മിലുള്ള ചർച്ചയിൽ സംഘർഷം കുറയ്ക്കുവാനും ആഗോള വ്യാപാര പാതകൾ സംരക്ഷിക്കുവാനും കൂടുതൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. ലോകം ഇനി കാത്തിരിക്കുന്നത് തുടർ നയതന്ത്ര നീക്കങ്ങളെയാണ്. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നതിന്റെ പ്രാധാന്യവും അതുപോലെ ഫോൺ കോളിൽ വിശദമായി തന്നെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. വിമാനത്താവളങ്ങൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതം അവിടെ സുരക്ഷിതമാക്കേണ്ടതിന്റെയും തന്ത്രപ്രധാനമായ ജലപാതകളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള വിതരണ ശൃംഖലയെയും ഊർജ വിപണിയെയും ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ സംയുക്തമായി തന്നെ ശ്രമിക്കുമെന്നും ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ഥിരത ഉറപ്പാക്കുന്നതിനുമുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെക്കുറിച്ചുള്ള ഇരു നേതാക്കളുടെയും വിശദമായ ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സൈനിക നടപടികൾക്ക് പകരം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരങ്ങൾക്കും ചർച്ചകൾക്കും മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയുവാനും പ്രാദേശിക സുരക്ഷ ശക്തമാക്കുന്നതിനും എല്ലാ കക്ഷികളും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.